6 പീസ് ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കാന്താള അരിമുളക് ഇതാ ചതച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉണങ്ങിയ കാന്താരി ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, തൈര്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പൊടികളെല്ലാം ഈ തൈര് കൂട്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ കയ്യിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിയില്ല കേട്ടോ. കാന്താരിയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ച് പരത്തിയ ചിക്കൻ കണ്ടല്ലോ, സോഫ്റ്റായിട്ട് അടിച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും. ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നും എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം. അതായത് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. 1 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് വെക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതേപോലെയാണ് നമ്മുടെ ചിക്കന് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം കെട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഈ രൂപത്തിലാണ് കേട്ടോ. 1 മണിക്കൂറൊന്നുമല്ല, ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു ഡയറ്റ് ഫുഡും കൂടെയാണ്. അപ്പം ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തത് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വളരെ കുറച്ച് ഓയിൽ, അതായത് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ 4 പീസാണ് എടുത്തിട്ടുള്ളത്. ബാക്കി 2 പീസ് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ചിക്കനൊക്കെ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. എന്ത് വന്നപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ. നമ്മുടെ ചിക്കന് ഇതേപോലെയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും സോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എന്താണ് അതിൻ്റെ അവസ്ഥ നോക്കാതെ കണ്ടല്ലോ, നല്ല ജ്യൂസി ആയിട്ടാണ്. ഇത് രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ.